ഭയങ്കര ഇഷ്ടപ്പെടും. ഞാൻ സ്റ്റേജ് നമുക്ക് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്തോ ഇവിടെ നടന്നേ. ഹലോ, വെൽക്കം ടു വെന്യൂളോ. നമ്മൾ കുറേ ആയിട്ടോ വീഡിയോസൊക്കെ ചെയ്തിട്ട് സമയം ഉണ്ടായിട്ടല്ല, ഇന്നും പണിയാണ്. എല്ലാ ഇവൻ്റുകാരുടെ അവസ്ഥ ഇത് തന്നെയാണ്. എല്ലാ ദിവസവും വർക്കുകളുണ്ടെങ്കിൽ ആ ദിവസം ഓടിച്ചാടി ഒന്നും നടക്കത്തില്ല. ലാസ്റ്റ് മിനിറ്റിൽ എല്ലാവർക്കും എന്തൊക്കെ സെറ്റ് ചെയ്താലും കമോൺ നമ്മൾ പറയാൻ പോയ ആളെ ഇപ്പം തന്നെ എത്തി. എങ്ങനെയുണ്ട്? ഭയങ്കര ഇഷ്ടപ്പെടും. ഞാൻ സ്റ്റേജ് നമുക്ക് കണ്ടിട്ട് കമോൺ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്ത് ഞാൻ ഇന്ന് വ്ലോഗ് ചെയ്യണം എന്ന് വിചാരിച്ച പോലും വേറെ ഒന്നുകൊണ്ടല്ല, നമ്മളുടെ അനിയത്തിമാരായിരുന്നു ഇവർ കേട്ടോ. അതുകൊണ്ട് ഇവരെ പറ്റി വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ കുറേ നാളെ വ്ലോഗൊക്കെ ചെയ്തിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഇന്നൊരു വ്ലോഗ് എടുക്കുക. അപ്പോൾ നിങ്ങളെപ്പറ്റി പറഞ്ഞ് ഒരെണ്ണം എടുത്തു അപ്പോൾ പറഞ്ഞാൽ ഒന്നും കൂടെ റീടേക്ക് എടുക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ പക്ഷെ ഇന്നലെ വന്ന് നമ്മൾ കണ്ടപ്പോ കുറച്ചല്ലേ കണ്ടുള്ളൂ. ഇന്നലെ കണ്ട പോലെയല്ല. അപ്പൊ ഇതായിരുന്നു നമ്മൾ പറയാൻ വന്നത് കേട്ടോ. ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കാതെ, നമ്മൾ അറിഞ്ഞില്ല ഇപ്പോൾ അവർ വരും എന്നുള്ളതെന്ന് അറിയാം. വരുന്നതിന് മുമ്പ് വ്ളോഗൊക്കെ സെറ്റ് ആക്കാൻ വേണ്ടിയിരുന്നു. പക്ഷേ എന്താ പറയുക, കറക്റ്റ് സമയത്ത് ആളെത്തി. അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അതിൽ നമ്മൾ ഒത്തിരി സന്തോഷം. എനിക്ക് തോന്നുന്നു ആ സന്തോഷം കാരണം എനിക്കിനി എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. കാരണം ഞങ്ങൾ ഒത്തിരി ഓരോ വർക്ക് വരുമ്പോൾ, ഓരോ വർക്കിനല്ലത് എല്ലാ ഇവൻറ്റിനും ഇതെങ്ങനെ വരുന്നു. എനിക്ക് തോന്നുന്നു വീട്ടുകാരെല്ലാവരും അത്രയും വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ ഈ പറഞ്ഞ ഒരെണ്ണം അഡ്വാൻസ് ആകുമ്പോൾ മുതൽ ഇത് എന്തായിരിക്കും, ഇവർക്ക് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇവരുടെ റിയാക്ഷൻ, വരുന്ന ആൾക്കാരുടെ ഒരു റിയാക്ഷൻ, ഇത് കാണാൻ ഭയങ്കരമായിട്ട് ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നു. ആ ഒരു മൊമെൻറ്റ് ഭയങ്കര വല്ലാത്ത സാറ്റിസ്ഫൈയിങ് മൊമെൻറ്റാണ്. അപ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡായി. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് വിശേഷങ്ങളൊക്കെ നടന്ന് കണ്ടു നോക്കാം. വായോ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് വിളിച്ചെത്തിയിരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളുടെയും ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും ഇന്ന് ഈ ചടങ്ങിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആകെ 1 മണിക്കൂറേ ഉള്ളൂ. ഈ 1 മണിക്കൂറിനകത്ത് നമുക്ക് 2 സാരി ചേഞ്ച് ചെയ്യണം. ഏകദേശം 1700 പേരുടെ ക്രൗഡ് ഒറ്റ മണിക്കൂറിനകത്ത് ഇവര് ഇറക്കണം എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നമ്മൾ പറഞ്ഞ സമയം 2:05 ആകുമ്പോൾ 2:4 മുമ്പ് ഇറക്കി തരുമെന്ന് പറഞ്ഞു. അതൊക്കെ സന്തോഷമാണല്ലോ. പരാതികളൊന്നുമില്ലാതെ, പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മളെല്ലാവരോടും ചോദിച്ചായിരുന്നു, അപ്പോൾ അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അത്രയും കേട്ടാ നിങ്ങൾ മാനേജ് ചെയ്തു, ആർക്കും ഒരു പ്രോബ്ലം ഒന്നുമില്ല. എല്ലാം അതറിഞ്ഞാ മതി. വളരെ നല്ലതായിട്ട് നിങ്ങൾ രണ്ടും കൂടെ മാനേജ് ചെയ്തു കേട്ടോ. നല്ല എല്ലാവരും പറഞ്ഞു നല്ല ഭംഗിയായിട്ടല്ല. ഞാൻ പറഞ്ഞു